Hello everyone. The next topic in our first module is vocabulary development. We're going to look at vocabulary development and technical vocabulary today. Okay. So, what are the different vocabulary types? First of all, what does vocabulary mean? Vocabulary is simply നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ. ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിലെ വാക്കുകൾ വേർഡ്സ് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി കറക്റ്റ് ആയിട്ട് സെന്റൻസുകളിൽ ഉപയോഗിക്കുന്നതിനാണ് vocabulary നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. Okay, so vocabulary development is critical for all English learners. ഇംഗ്ലീഷ് പഠിക്കുന്ന എല്ലാവർക്കും vocabulary കറക്റ്റ് വാക്കുകൾ അതിൻ്റെ അർത്ഥം എവിടെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് ഇതും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇൻ ജനറൽ പല ക്ലാസിഫിക്കേഷൻസ് ഉണ്ടെങ്കിലും ഇൻ ജനറൽ 3 ടൈപ്പ് ഓഫ് vocabulary ആണുള്ളത്. അക്കാഡമിക് vocabulary, കണ്ടന്റ് vocabulary, സപ്പോർട്ട് vocabulary. എന്താണ് അക്കാഡമിക് vocabulary, എന്താണ് കണ്ടന്റ് vocabulary, എന്താണ് സപ്പോർട്ട് vocabulary എന്ന് നമുക്ക് നോക്കാം. അക്കാഡമിക് vocabulary ഒരു സബ്ജക്റ്റുമായിട്ടും particularly linked അല്ല, എന്നാൽ ഏത് ഫീൽഡ് ഓഫ് സ്റ്റഡീസ് നമ്മൾ എടുത്താലും ആ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ വാക്കുകളാണ് അക്കാഡമിക് vocabulary എന്ന് പറയുന്നത്. പല സബ്ജക്ട്സിൽ പല ക്ലാസ്സുകളിൽ ഒരേ ടൈപ്പ് ഓഫ് വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നു. Okay, so words that are not tied to any particular course or subject, content area. Okay, our words, it can be used with any subject. ഏത് ക്ലാസ്സിലാണെങ്കിലും എനിക്ക് ആ വാക്കുകൾ ഉപയോഗിക്കാം. മാത്സ് ആണെങ്കിലും സയൻസ് ആണെങ്കിലും സോഷ്യൽ സ്റ്റഡീസ് ആണെങ്കിലും ഏതാണെങ്കിലും ആ വാക്കുകൾ ഞാൻ ഉപയോഗിക്കുന്നത് ആണ്. ഓക്കെ, ആൻഡ് ദീസ് വേർഡ്സ് ടെക്സ്റ്റുകളിൽ, അക്കാഡമിക് ടെക്സ്റ്റുകളിൽ അല്ലെങ്കിൽ അക്കാഡമിക് ടെസ്റ്റുകളിൽ റിപ്പീറ്റഡ് ആയിട്ട് റെഗുലർലി നമ്മൾ കാണുന്നതാണ്. ആ തരം വാക്കുകളാണ് അക്കാഡമിക് vocabulary എന്ന് പറയുന്നത്. ജനറലി അക്കാഡമിക് vocabulary എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കുറെ വാക്കുകൾ. ഓക്കെ, എന്നിട്ട് കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ തന്നിട്ടുണ്ട്. കൺസിസ്റ്റ്, കോൺസ്റ്റിറ്റ്യൂട്ട്, ഡിസ്ട്രിബ്യൂട്ട്, എസ്റ്റാബ്ലിഷ്, indicate, occur, significant, recognize, respond. ഈ വാക്കുകളെല്ലാം ഏത് സബ്ജക്റ്റിലാണെങ്കിലും നമ്മൾ ഈ വാക്കുകൾ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇറ്റ് ഇസ് നോട്ട് സ്പെസിഫിക് ടു എ പർട്ടിക്കുലർ ഏരിയ, ബട്ട് സാധാരണ നമ്മൾ ടെസ്റ്റുകളൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോഴാണ് ഈ ടൈപ്പ് ഓഫ് വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, what does this particular thing consist of? What does the soil consist of? What are the states that constitute a particular country? ഓക്കെ, അപ്പൊ പല രീതിയിൽ നമുക്ക് ഈ വാക്കുകൾ ഡിഫറെന്റ് ഏരിയാസിൽ യൂസ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, അക്കാഡമിക് vocabulary എന്ന് പറയുന്നത് അങ്ങനെ ജനറൽ ആയിട്ട് അക്കാഡമിക്സിന് യൂസ് ചെയ്യുന്ന വാക്കുകളെയാണ് അക്കാഡമിക് vocabulary എന്ന് പറയുന്നത്. ഇനി കണ്ടന്റ് vocabulary. ഓക്കെ, ഇവിടെ വാക്കുകൾ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റോ ഏരിയയോ ആയിട്ട് ലിങ്ക്ഡ്. ഇറ്റ് ഇസ് സ്പെസിഫിക് ടു ദാറ്റ് ഗിവൺ സബ്ജക്റ്റ് ഏരിയ. ഓക്കെ, ആൻഡ് റെയർലി ചിലപ്പം പല ഒന്നോ രണ്ടോ സബ്ജക്ട്സിൽ ഒരേ ഏരിയ നമുക്ക് ഒരേ വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ബട്ട് നോർമലി ഇറ്റ് ഡസ് നോട്ട്, ദീസ് വേർഡ്സ് ഡു നോട്ട് occur outside that particular specialization area. Okay, now words that are specific to a given domain or subject area and rarely being found outside of that particular content area is called content vocabulary. Okay, ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിൻ്റെ അകത്തെ കോൺസെപ്റ്റ്സ് ഡെവലപ്പ് ചെയ്യാനും ഡെഫിനിഷൻസ് എഴുതാനും എക്സാമ്പിൾസിനും അങ്ങനത്തെ കാര്യങ്ങൾ ആ ഏരിയ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്പെസിഫിക് വാക്കുകളാണ് ഈ content vocabulary. Okay, and frequently it is used in foundational concepts of a lesson. ഇത്തരം വാക്കുകളും ഇത്തരം ടേമുകളും ഫൗണ്ടേഷണൽ ക്ലാസ്സുകൾ ഓഫ് എ പർട്ടിക്കുലർ ഏരിയയിൽ കൂടുതലും കാണാനായിട്ട് കഴിയും. ഓക്കെ, സോ അഫിക്സസ് എന്ന് പറയുന്ന വാക്ക് ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ ലാംഗ്വേജസിൽ യൂസ് ചെയ്യുന്നത്. ഡയലോഗ്, എഗെയിൻ ഇംഗ്ലീഷിൽ. എക്സ്പോണൻസ്, അത് എവിടെയാ വരുന്നത്? മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ ടെക്നിക്കൽ. സർക്കംഫറൻസ്, cellular respiration, photosynthesis, legislature,
Okay, so ആദ്യത്തെ രണ്ടെണ്ണം അഫിക്സസ് ഡയലോഗ് ഇംഗ്ലീഷിൽ, എക്സ്പൊണൻസ് സർക്കംഫറൻസ് മാത്സിൽ, സെല്ലുലാർ റെസ്പിറേഷനും ഫോട്ടോസിന്തസിസും ബയോളജി, ലെജിസ്ലേച്ചർ സോഷ്യൽ. ഓക്കെ, സോ ആ പർട്ടിക്കുലർ ഏരിയയുടെ വെളിയിൽ ഇത് റെയർ ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ ഈ വാക്കുകൾ. അടുത്തത് സപ്പോർട്ട് വൊക്കാബുലറി. അക്കാഡമിക് വൊക്കാബുലറിയിലും കണ്ടന്റ് വൊക്കാബുലറിയിലും വരാത്ത, കാറ്റഗറൈസ് ആകാത്ത ബാക്കി മിക്ക വാക്കുകളും നമുക്ക് സപ്പോർട്ട് വൊക്കാബുലറി ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാനായിട്ട് പറ്റും. Okay, so support vocabulary consists of any remaining words that English learners need to know to understand a particular sentence or phrase. Okay, so നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ബാക്കിയുള്ള വാക്കുകൾ, എസെൻഷ്യൽ വാക്കുകൾ, അതാണ് സപ്പോർട്ട് വൊക്കാബുലറി എന്ന് പറയുന്നത്. ബട്ട് ഈ വാക്കുകൾ ഇസ് നോട്ട് റിലേറ്റഡ് ടു ഒരു പർട്ടിക്കുലർ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്കിൽ. ഓക്കെ, പക്ഷെ ഏത് ടെക്സ്റ്റ് വായിച്ചാലും ഈ സപ്പോർട്ട് വൊക്കാബുലറി നമുക്ക് കാണാനായിട്ട് കഴിയും. ഓക്കെ, ദിസ് ഇസ് നോട്ട് ക്രിട്ടിക്കൽ ഫോർ ദ സക്സസ് ഓഫ് ദ ലെസൺ. സപ്പോർട്ട് വൊക്കാബുലറി കൃത്യമായിട്ട് അറിയണം എന്ന് നിർബന്ധമില്ല. ബട്ട് സ്റ്റുഡൻസ് നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഇൻ കോണ്ടെക്സ്റ്റ് ഓഫ് ദ ലെസൺ. ഓക്കെ, ആ സെന്റൻസ് വായിക്കുമ്പോൾ ആ പർട്ടിക്കുലർ വാക്കിന് ആ സെന്റൻസിൽ എന്തർത്ഥമാണുള്ളതെന്ന് സ്റ്റുഡൻസിന് മനസ്സിലായിരിക്കണം. അതിനെയാണ് സപ്പോർട്ടിങ് എന്ന് പറയുന്നത്. ആറ്റിക്, മാർബിൾ. ആറ്റിക് എന്തുവാ? മച്ചിനാണ് ആറ്റിക് എന്ന് പറയുന്നത്. റൂഫിന്റെയും നമ്മുടെ റൂഫിന്റെയും മുകളിലും ഇടയിലൊരു സ്പേസ് ഉള്ളതിനാണ് ആറ്റിക് എന്ന് പറയുന്നത്. മാർബിൾഡ് എന്ന് പറയുന്നത് മാർബിൾ പോലെ ഇങ്ങനെ ഡിഫറെന്റ് ഡിസൈൻസ് ഉള്ളത്. ഇൻവെസ്റ്റഡ്, സെന്റൻസിന് അനുസരിച്ചിരിക്കും. ഇൻവെസ്റ്റഡ്, ഐ എം ഇൻവെസ്റ്റഡ് ഇൻ മൈ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ജോലിയിൽ എന്നെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, സമർപ്പിക്കുന്നുണ്ട് എന്നുള്ളതിനാണ് ഇൻവെസ്റ്റഡ്. ഐ ആം ഇൻവെസ്റ്റഡ് എന്ന് പറയുന്നത്. ഐ ഹാവ് ഇൻവെസ്റ്റഡ് ഇൻ ദിസ് പർട്ടിക്കുലർ കമ്പനി എന്ന് പറയുവാണെങ്കിൽ ഞാൻ അവിടെ പൈസ ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുക. സ്റ്റോക്ക്, സെന്റൻസിനനുസരിച്ച് ഈ വാക്കുകളുടെ അർത്ഥം മാറും. അതാണ് ഈ സപ്പോർട്ട് വൊക്കാബുലറിയുടെ പ്രത്യേകത. Okay, now another way in which vocabulary is categorized is called common core state standard. ആദ്യം നമ്മൾ എന്തോ കണ്ടത്, ജനറൽ ആയിട്ട് നമുക്ക് നമ്മുടെ വാക്കുകൾ ഉപയോഗിക്കുന്നതിന്റെ രീതിയിലാണ് അക്കാഡമിക്കും കണ്ടന്റും സപ്പോർട്ടും ആയിട്ട് നമ്മൾ ടൈപ്സ് ക്ലാസിഫൈ ചെയ്തു. ഇനി കോമൺ കോർ സ്റ്റേറ്റ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ സ്റ്റാൻഡേർഡിൽ 3 ടയേഴ്സ് ആയിട്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിലെ ഫസ്റ്റ് ടയർ കൺസിസ്റ്റ് ഓഫ് എവറി സ്പീച്ച് വേർഡ് മേ ബി ഡിഫിക്കൾട്ട് ഫോർ നോൺ നേറ്റീവ് ഇംഗ്ലീഷ് ലേണേഴ്സ്. എന്ന് വെച്ചാൽ എല്ലാ വാക്കുകളും, ദാറ്റ് ഇസ് സാധാരണ സംസാരത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ, വിച്ച് നമ്മൾ ഇംഗ്ലീഷ്, വി ആർ നോട്ട് ബോൺ ഇൻ ടു ഇംഗ്ലീഷ്, നമ്മുടെ മാതൃഭാഷ ഇംഗ്ലീഷ് അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാനായിട്ട് ഡിഫിക്കൽട്ടി ഉണ്ടാവാൻ ചാൻസ് ഉള്ള എല്ലാ വാക്കുകളും ടയർ 1 വരുന്നു. ഓക്കെ, അടുത്തത് ടയർ 2, അത് നമ്മുടെ അക്കാഡമിക് വാക്കുകളാണ്. പഠിത്തത്തിൽ ഏത് സബ്ജക്റ്റ്, ഇന്ന സബ്ജക്റ്റ് എന്നില്ല, ഏതെങ്കിലുമൊക്കെ സബ്ജക്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന ജനറൽ അക്കാഡമിക് വേർഡ്സ് ആണ് ടയർ 2. ടയർ 3 എന്ന് പറയുന്നത് കണ്ടന്റ് വൊക്കാബുലറി, പർട്ടിക്കുലർ ഡൊമെയിൻ അല്ലെങ്കിൽ പർട്ടിക്കുലർ സബ്ജക്റ്റിൽ യൂസ് ചെയ്യുന്ന സ്പെസിഫിക് വേർഡ്സിനാണ് ടയർ 3 എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഒരു പർട്ടിക്കുലർ ഏരിയ ഓഫ് സ്റ്റഡി ആയതും, സോ ടയർ 2ഉം ടയർ 3യും നേരത്തെ പോലെ തന്നെ അക്കാഡമിക്കും കണ്ടന്റുമാണ്. ടയർ 1 മാത്രമാണ് ഒരു ചെറിയ ഡിഫറൻസ് ഉള്ളത്. സപ്പോർട്ടിങ് വേറെ മീനിങ് ഉള്ള പലയിടത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നത് മാത്രമല്ല, എസെൻഷ്യൽ ആയിട്ടുള്ള എല്ലാ വാക്കുകളും വിച്ച് an English learner must learn is tier 1. Okay, ഇനി നമുക്ക് താല്പര്യം അല്ലെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ടെക്നിക്കൽ വൊക്കാബുലറിയാണ്. കാരണം നമ്മൾ ഇംഗ്ലീഷ് യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്രൊഫഷന് വേണ്ടിയിട്ട്. ഓക്കെ, സാധാരണഗതിയിൽ അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നില്ല, അൺലെസ് ഓഫ് കോഴ്സ് നിങ്ങൾ ഏതെങ്കിലും ഗ്ലോബൽ കമ്പനിയിലോ അല്ലെങ്കിൽ വെളിയിൽ എവിടെയെങ്കിലും നിങ്ങൾ ജോലിക്ക് പോവോ സെറ്റിൽ ആവോ ചെയ്യുവാണെങ്കിൽ യു വിൽ മേ ഹാവ് ടു യൂസ് language other than your mother tongue, which probably will be English. Okay, so
ടെക്നിക്കൽ വൊക്കാബുലറിയിലാണ് നമ്മൾ ഇത്തിരി കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. വാട്ട് ഈസ് ടെക്നിക്കൽ വൊക്കാബുലറി? ടെക്നിക്കൽ വൊക്കാബുലറി എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ ടെക്നിക്കൽ എന്ന് പറയുമ്പോൾ എഞ്ചിനീയറിംഗ് മാത്രമല്ല എന്നുള്ളത് ഓർത്തോണം. ടെക്നിക്കൽ വൊക്കാബുലറി ജനറലി റെഫർ ചെയ്യുന്നത് ടു വേർഡ്സ് ആൻഡ് ഫ്രേസസ് യൂസ്ഡ് ആൻഡ് നോൺ ഇൻ എ പർട്ടിക്കുലർ സബ്ജക്റ്റ് ഏരിയ. എന്നുവെച്ചാൽ കണ്ടന്റ് വൊക്കാബുലറി ആണ് നോർമലി നമ്മൾ ടെക്നിക്കൽ വൊക്കാബുലറി എന്ന് പറയുന്നത്. ഓക്കെ, നൗ ഈ ടെക്നിക്കൽ വൊക്കാബുലറി ചില സമയത്ത് പല സബ്ജക്ട്സിൽ യൂസ് ചെയ്തേക്കാം. പക്ഷേ ഡിഫറെന്റ് സബ്ജക്ട്സിൽ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ മീനിങ് ഡിഫർ ചെയ്യാം, അതിന്റെ സിഗ്നിഫിക്കൻസും ഡിഫർ ചെയ്യാനായിട്ട്, ദാറ്റ് ഈസ് ഡിഫറെന്റ് ആയിരിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. നൗ എന്താണ് ടെക്നിക്കൽ വൊക്കാബുലറിയുടെ ആവശ്യം? ടെക്നിക്കൽ വൊക്കാബുലറി, ഇപ്പൊ ഞാൻ ഒരു പർട്ടിക്കുലർ ഏരിയ ഓഫ് എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയർ ആണെന്ന് വിചാരിക്കും. ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇന്റെ അകത്തുള്ള ടെക്നിക്കൽ വേർഡ്സ് ലോകത്തുള്ള എല്ലാ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനും ആ വാക്കുകൾ മനസ്സിലാകും. ദാറ്റ് ഈസ് യുബിക്വിറ്റസ് ആയ ഫ്രീക്വന്റ് ആയിട്ട് പ്രൊഫഷണൽ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്നതാണ് ഈ ടെക്നിക്കൽ വേർഡ്സ്. ഓക്കെ, ആൻഡ് technical vocabulary constitutes a very important and required knowledge for those who work directly or indirectly in a subject area. Okay, അപ്പോൾ സ്റ്റുഡൻസ് ആയിട്ടുള്ള നമ്മളും പ്രൊഫഷണൽസ് ആയിട്ടുള്ള ഏതൊരു വ്യക്തിക്കും ഈ അവരുടെ ഏരിയയിലുള്ള ടെക്നിക്കൽ വാക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ എന്ത് ചെയ്താൽ, ഒരു ഡോക്യുമെന്റ് എഴുതിയാലും, ഒരു ലെറ്റർ എഴുതുക, നമ്മളൊരു പ്രസന്റേഷൻ നടത്തുകയാണ്, ഒരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്യുകയാണ്, ഇതിനെല്ലാത്തിനും ആ ടെക്നിക്കൽ വൊക്കാബുലറിയെ കുറിച്ചുള്ള ഒരു നോളജും അണ്ടർസ്റ്റാൻഡിങ്ങും ഈ പേഴ്സൺ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഏരിയയിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയൂ. ഓക്കെ, സോ ദാറ്റ് ഈസ് ടെക്നിക്കൽ വൊക്കാബുലറി. ടെക്നിക്കൽ വൊക്കാബുലറി ഇൻക്ലൂഡ്സ് ബോത്ത് ഹൈ ഫ്രീക്വൻസി ആൻഡ് അക്കാഡമിക് വേർഡ്സ്. ഹൈ ഫ്രീക്വൻസി മീൻസ് ഏറ്റവും ഒത്തിരി കൂടുതൽ യൂസ് ചെയ്യുന്നതും അക്കാഡമിക് ആയിട്ടുള്ള വേർഡ്സും ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, വിച്ച് ഹാസ് ഗോട്ട് ഈ വാക്കുകൾ ഹൈ ഫ്രീക്വൻസി വേർഡ്സും വാക്കുകളും ഉപയോഗിക്കുമ്പോൾ ഈ പർട്ടിക്കുലർ നമ്മൾ പഠിക്കുന്ന ആ സബ്ജക്ട് ഏരിയയിൽ ഇതൊരു സ്പെഷ്യൽ മീനിങ് ആണ്. ഓക്കെ, ഇത് കൂടാതെ ഒത്തിരി അധികം ഉപയോഗിക്കാത്ത ലോ ഫ്രീക്വൻസി വാക്കുകളും ചില സമയത്ത് ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിന് ഒരു പർട്ടിക്കുലർ മീനിങ് ഉണ്ടാവും, അവിടെയും യൂസ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, സോ ഇറ്റ് മൈറ്റ് ബി കോമൺ വേർഡ്സ്, അതിനെയാണ് ഹൈ ഫ്രീക്വൻസി വേർഡ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അൺകോമൺ ആയിട്ടുള്ള വേർഡ്സും ആകാം, അതിനെയാണ് ലോ ഫ്രീക്വൻസി വേർഡ്സ് എന്ന് പറയുന്നത്. ആ പർട്ടിക്കുലർ സബ്ജക്ട് ഏരിയയ്ക്ക് ആവശ്യമായ വാക്കുകൾ. ഓക്കെ, അക്കാഡമിക് വാക്കുകളും ടെക്നിക്കൽ വാക്കുകളും ഒന്നിച്ചു ചേർന്നാണ് നമ്മളുടെ ടെക്നിക്കൽ കമ്മ്യൂണിക്കേഷനെ സഹായിക്കുന്നത്. They help to form specialized words. Okay, now technical vocabulary ഒരു പ്രത്യേകതയുണ്ട്. ഒരു വാക്ക്, വേർഡ്, ഒറ്റ വാക്കുകൾ മാത്രമല്ല, കോമ്പിനേഷൻ ഓഫ് വേർഡ്സും ഒരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. എന്നിട്ട് ഇവിടെ എക്സാമ്പിൾ തന്നിരിക്കുന്നത് ആക്രോണിംസ്. ഓക്കെ, ഇപ്പൊ ബയോളജിയിൽ അല്ലെങ്കിൽ ഹെൽത്തിൽ AIDS എന്ന് പറയുന്ന ഇത് an acronym. ആക്രോണിം എന്തുവാ? എയ്ഡ്സ് എന്തിന്റെ ആക്രോണിം? അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം ഇന്റെ ആക്രോണിം ആണ് എയ്ഡ്സ്. ഓക്കെ, അങ്ങനെ മൾട്ടി വേർഡ് യൂണിറ്റ്സ് ആൻഡ് ദിയർ ആക്രോണിംസ് ആർ ഓൾസോ പാർട്ട് ഓഫ് ടെക്നിക്കൽ വൊക്കാബുലറി. ഈ ഷോർട്ട് ഫോമിന് AIDS എന്ന് പറയുന്നത് ഷോർട്ട് ഫോം, അതിനെയാണ് ആക്രോണിം എന്ന് പറയുന്നത്. ഓക്കെ, മൾട്ടി വേർഡ് യൂണിറ്റ് ആണ്, ഒത്തിരി വാക്കുകൾ ചേരുന്നതാണ് ആ പർട്ടിക്കുലർ ഡിസീസിന്റെ പേര്. അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. ഓക്കെ, അതുപോലെ ഉള്ള വേറെ കുറച്ച് വാക്കുകളാണ് ഫ്ലക്സ് തിയറം. ഈ ഫ്ലക്സ് തിയറം എന്ന് പറയുന്നത് ഫിസിക്സിലും ബയോളജിയിലും യൂസ് ചെയ്യുന്നതാണ്. സ്റ്റാറ്റിക് ഇലക്ട്രിക് ഫീൽഡ്, ഓക്കെ, അതും ഈ ഫിസിക്സ് ഏരിയയിൽ യൂസ് ചെയ്യുന്നതാണ്. സോ ദർ വിൽ ബി മൾട്ടി വേർഡ് യൂണിറ്റ്സ് ആൻഡ് അതിന്റെ ആക്രോണിംസും യൂസ് ചെയ്യും. ഓക്കെ, ഇനി ഐഡന്റിഫിക്കേഷൻ ഓഫ് ടെക്നിക്കൽ വൊക്കാബുലറി. എങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് ടെക്നിക്കൽ വൊക്കാബുലറി? ഓക്കെ, ടെക്നിക്കൽ വൊക്കാബുലറി ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഒന്നാമത് യൂസ് ചെയ്യുന്നത് ജഡ്ജ്മെന്റ് ബേസ്ഡ് ആണ്
ടെക്നിക്കൽ വൊക്കാബുലറി ഐഡന്റിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. ഓക്കെ, സോ ദിസ് സബ്ജക്റ്റ് ബേസ് ചെയ്തിട്ട് ആ സബ്ജക്ട് എക്സ്പേർട്ട് ആ ഡൊമൈനെ കുറിച്ച് നോളജ് ഉള്ള വ്യക്തികൾ ഐഡന്റിഫൈ ചെയ്യുന്നു ഇന്ന ഇന്ന വാക്കുകളാണ് ഈ പർട്ടിക്കുലർ സബ്ജക്റ്റിന്റെ ടെക്നിക്കൽ വേർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് കണ്ടുപിടിക്കാനായിട്ട് ഒന്ന് ജഡ്ജ് ചെയ്യാനായിട്ട് ആ ആളിന്റെ നോളജ് യൂസ് ചെയ്യാം. എന്നിട്ട് ആ നോളജെ ബേസ് ചെയ്തിട്ട് സ്കെയിൽസ്, റേറ്റിംഗ് സ്കെയിൽസ് ഉണ്ടാകാം. ഒന്ന് റേറ്റിംഗ് സ്കെയിൽസ് ഉണ്ടാകാം, ഡിക്ഷണറി ഉണ്ടാകാം, കോണ്ടെക്സ്റ്റുവൽ ക്ലൂസ്, ഒരു പർട്ടിക്കുലർ സെന്റൻസിന്റെ അകത്ത് ആ പർട്ടിക്കുലർ ടെക്നിക്കൽ വേർഡ് ഇതിന്റെ പേര് ഇന്നതാണ്, ഇസ് ഡിഫൈൻഡ് ആസ് സോ ആൻഡ് സോ എന്ന് പറയുവാണെങ്കിൽ അത് കോണ്ടെക്സ്റ്റുവൽ ക്ലൂസ് വെച്ചിട്ടാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അതൊരു ടെക്നിക്കൽ വേർഡ് ആണ്. ഓക്കെ, നൗ അനദർ, ഇഫ് a dictionary is being used, ടെക്നിക്കൽ വാക്കുകൾ ഉള്ള ഒരു ഡിക്ഷണറി ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്കിൽ then it is actually being judgment based ആണെന്ന് പറയാനുള്ള കാര്യം എന്നാ, ആ ഡിക്ഷണറി ഉണ്ടാക്കിയ ആളിന്റെ ജഡ്ജ്മെന്റെ ബേസ് ചെയ്തിട്ടാണ് ഇന്ന ഇന്ന വാക്കുകൾക്ക് ഇന്ന ഇന്ന അർത്ഥം, അതിന് ഇന്ന ഇന്ന ടെക്നിക്കൽ സിഗ്നിഫിക്കൻസ് ഉണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ കമ്പൈലർ ആരാ, ടെക്നിക്കൽ ഡിക്ഷണറിയെ ക്രിയേറ്റ് ചെയ്ത ആള്, ഉണ്ടാക്കിയ ആളാണ് ദ കമ്പൈലർ ഓഫ് ദ ഡിക്ഷണറി. ആ കമ്പൈലറിന്റെ ഇൻറ്റ്യൂട്ടീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് മനസ്സിലായ രീതിയിലാണ് ആ ഡിസിഷൻസെ ബേസ് ചെയ്തിട്ടാണ് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത് ടെക്നിക്കൽ വാക്കുകൾ. ദാറ്റ് ഇസ് വൈ എ ഡിക്ഷണറി ഇസ് ഓൾസോ കോൾഡ് എ ജഡ്ജ്മെന്റ് ബേസ്ഡ് മെത്തേഡ്. ഓക്കെ, സോ ടെക്നിക്കൽ വൊക്കാബുലറി ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡാണ് ജഡ്ജ്മെന്റ് ബേസ്ഡ് മെത്തേഡ്. അടുത്തത് കോർപ്പസ് ബേസ്ഡ് മെത്തേഡ്. ഓക്കെ, ഈ കോർപ്പസ് ബേസ്ഡ് മെത്തേഡ് ഇച്ചിരിയും കൂടെ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓട്ടോമാറ്റിക് ആയിട്ട് കമ്പ്യൂട്ടർ സെർച്ചസ് യൂസ് ചെയ്ത്, കമ്പ്യൂട്ടറൈസ്ഡ് അനാലിസിസ് യൂസ് ചെയ്ത് അതിന്റെ റൂട്ട്, ആ വാക്കിന്റെ റൂട്ട് മീനിങ്ങും ആ വാക്കിന്റെ ഫ്രീക്വൻസി, ആ വാക്കിന്റെ ഒരു പർട്ടിക്കുലർ ടെക്നിക്കൽ ഏരിയ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പേപ്പേഴ്സ്, ആർട്ടിക്കിൾസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് ഫ്രീക്വൻസിയും ഡിസ്പേർഷൻ, ഏതൊക്കെ ഏരിയയിൽ കൂടുതൽ ആ വാക്കുകൾ യൂസ് ചെയ്യുന്നു, occurrence of a word across a text or corpus, ഓക്കെ, അത് ഒക്കെ മെഷർ ചെയ്തിട്ടാണ് ഒരു വാക്കിനെ ടെക്നിക്കൽ ആണോ അല്ലയോ എന്ന് പറയുന്നത്. സോ ഈ പർട്ടിക്കുലർ കോർപ്പസ് ബേസ്ഡ് മെത്തേഡ് എന്ന് പറയുന്നത് പ്യൂർലി മാനുവൽ അല്ല, മോസ്റ്റ്ലി ഇറ്റ് ഈസ് ഓട്ടോമാറ്റിക് ഓർ അറ്റ്ലീസ്റ്റ് സെമി ഓട്ടോമാറ്റിക്. ഓക്കെ, നൗ ഇത് ക്വാണ്ടിറ്റിയെ ബേസ് ചെയ്തിട്ടാണ് ടെക്നിക്കൽ വേർഡ്സ് ചെക്ക് ചെയ്യുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് ടെക്നിക്കൽ വേർഡ്സ് ആണെന്ന് പറഞ്ഞ് ഐഡന്റിഫൈ ചെയ്യുന്നത്. സോ ഇറ്റ് ഇസ് മോർ ഒബ്ജക്റ്റീവ്, ഒരാളിന്റെ ചിന്തയെ ബേസ് ചെയ്തിട്ടല്ല, അതുകൊണ്ട് തന്നെ കൂടുതൽ റിലയബിളും ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, നൗ ഡ്യൂ ടു റാപ്പിഡ് അഡ്വാൻസ്മെന്റ്സ് ഇൻ കമ്പ്യൂട്ടർ ടെക്നോളജി ആൻഡ് കോർപ്പസ് ലിംഗ്വിസ്റ്റിക്സ് എന്ന് വെച്ചാൽ ടെക്സ്റ്റെ ബേസ് ചെയ്തിട്ടുള്ള അനാലിസിസ്, ഈ കോർപ്പസ് ബേസ്ഡ് മെത്തേഡ് കൂടുതൽ ഉപയോഗിക്കാനും കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് ഇപ്പോൾ സാധിക്കും. അങ്ങനെ രണ്ട് മെത്തേഡാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് ടെക്നിക്കൽ വേർഡ്സിനെ, വൊക്കാബുലറിനെ ഐഡന്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഒന്ന് ജഡ്ജ്മെന്റ് ബേസ്ഡ്, ആളിന്റെ ജഡ്ജ്മെന്റെ ബേസ് ചെയ്തിട്ട്, രണ്ട് കോർപ്പസ് ബേസ്ഡ്, ഇച്ചിരി കൂടെ കമ്പ്യൂട്ടറൈസ്ഡ് ഉള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ് യൂസ് ചെയ്ത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. Okay, now what is the importance of technical vocabulary? Okay, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഒരു ടെക്സ്റ്റ്, ഓക്കെ, ഞാൻ കമ്പ്യൂട്ടർ സയൻസ് പഠിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ ആ കമ്പ്യൂട്ടർ സയൻസ് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ആ ടെക്സ്റ്റ് ബുക്കിന്റെ അകത്തുള്ള പുതിയതായിട്ടുള്ള സബ്ജക്ട് റെലവെന്റ് വാക്കുകളും കോൺസെപ്റ്റ്സും മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ വായിച്ചാൽ എന്തേലും മനസ്സിലാവത്തുള്ളൂ. സോ ടു ഫുള്ളി അണ്ടർസ്റ്റാൻഡ് ദ ടെക്സ്റ്റ് or a particular academic area, 98% വാക്കുകൾ ആ ടെക്സ്റ്റിലൂടെ പോകുന്ന 98% വാക്കുകളെ കുറിച്ച് ഈ റീഡറിന് മനസ്സിലാവണം. The reader should know about 98% of the running words in a text. Okay, അതുകൊണ്ട് തന്നെ ടെക്നിക്കൽ വൊക്കാബുലറി നമുക്ക് ഒരു സബ്ജക്റ്റിലും ഒഴിച്ചുകൂടാൻ പറ്റുന്നതല്ല. ആ പർട്ടിക്കുലർ സബ്ജക്റ്റിന് ആവശ്യമായ ടെക്നിക്കൽ വൊക്കാബുലറി നമ്മൾ പഠിച്ചിരിക്കണം. ഓൾസോ എനിക്ക് മനസ്സിലാകാൻ ഇത് വേണം, ഞാൻ വേറൊരു ആളിനോട് ആ സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കുമ്പം
അവർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകണമെന്നുണ്ടെങ്കിലും ടെക്നിക്കൽ വൊക്കാബുലറി എസെൻഷ്യൽ ആണ്. ഫോർ വാട്ട്? ഫോർ പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ. ഞാൻ എൻ്റെ സബ്ജക്റ്റിലുള്ള എക്സ്പെർട്ടീസ് ഉള്ള വേറെ ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യോ, ലെറ്റർ അയക്കോ, എന്തെങ്കിലും പ്രോജക്ട് പ്രപ്പോസൽ എഴുതോ, ഇതിനൊക്കെ നമുക്ക് ഈ ടെക്നിക്കൽ വൊക്കാബുലറി വളരെ എസെൻഷ്യൽ. സോ ഇറ്റ് ഹെൽപ്സ് us to do our job well. We're going to come to that. Okay, I hope you understood so far. Now, എങ്ങനെയാണ് നമ്മൾ ടെക്നിക്കൽ വൊക്കാബുലറി പഠിക്കുന്നത്? Okay, ഇത് ഇമ്പോർട്ടൻ്റ്. ലേണേഴ്സ് ഷുഡ് എൻഗേജ് in active, meaningful learning activities. The teacher only serves as a facilitator. ടീച്ചറിന്റെ ജോലി എന്തുവാ? ടീച്ചർ ഇത് പഠിപ്പിച്ചു തരൂ അല്ല ചെയ്യുന്നത്. ലേണർ വായിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ലേണർ പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ടും ആ വായിക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ പഠിക്കുന്ന സാധനങ്ങൾ അതിന്റെ അർത്ഥം കൃത്യമായിട്ട് മനസ്സിലാക്കി എന്ന് ഉറപ്പുവരുത്തണം. അതാണ് ആക്റ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത്. ടീച്ചറിന്റെ ജോലി എന്തുവാ? നിങ്ങളെ ലേൺ ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ടീച്ചറിന്റെ ജോലി. ഫെസിലിറ്റേറ്റ് ചെയ്യുക. ഇപ്പൊ മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുക, നിങ്ങൾക്ക് മനസ്സിലാവാത്ത എന്തെങ്കിലും കാര്യങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരിക. അല്ലാതെ പഠിക്കുന്നത് ടീച്ചറിന്റെ ജോലിയല്ല, പഠിക്കുന്നത് സ്റ്റുഡന്റ് അല്ലെങ്കിൽ ലേണറിന്റെ ജോലിയാണ്. ഓക്കെ, അടുത്ത ഒന്ന് ആക്റ്റീവ് ലേണർ ആയിരിക്കും. ഇനി ഈ ആക്റ്റീവ് ലേണർ ആകണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാ കാര്യങ്ങൾ ചെയ്യുന്നത്? ഒരു വാക്ക് കാണുവാണെന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ ടെക്സ്റ്റിന്റെ അകത്ത് ആ കോണ്ടെക്സ്റ്റിന്റെ ഉള്ളിൽ അതിന്റെ അർത്ഥം എന്താണ് വരുന്നത്. ഇനി ജനറൽ ആയിട്ട് കോണ്ടെക്സ്റ്റ് അല്ലാതെ ജനറൽ മീനിങ് അതിന് വേറെ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻസ് പഠിക്കും തോറും നമ്മൾ അത് ക്ലിയർ ആക്കി വേണം പോകാൻ. That is why it says studying technical words in context rather than in isolation. സെപ്പറേറ്റ് ആയിട്ട് അതിനൊരു മീനിങ് കാണും, അതായിരിക്കത്തില്ല ചിലപ്പോൾ ഈ കോണ്ടെക്സ്റ്റിലുള്ള. സോ കോണ്ടെക്സ്റ്റൽ ഇൻഫർമേഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് സാധാരണഗതിയിൽ നമുക്ക് പുതിയൊരു വാക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അത് ആ സെന്റൻസിൽ വായിക്കുമ്പോൾ നമുക്ക് ചിലപ്പം തന്നെത്താനെ അതിന്റെ അർത്ഥം മനസ്സിലാകും. ഓക്കെ, മനസ്സിലാക്കാനായിട്ട് നമുക്ക് സഹായിക്കും. അതുകൊണ്ടാണ് വേർഡ്സ് പഠിക്കുമ്പം പുട്ട് ഇറ്റ് ഇൻ എ സെന്റൻസ്, ഒരു സെന്റൻസ് ഉണ്ടാക്കി അതിൻ്റെ അകത്ത് എഴുതി പഠിക്കുക എന്ന് പറയുന്നത്. സോ ദാറ്റ് അതിന്റെ അർത്ഥം ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ രണ്ട് കാര്യങ്ങളാണ് ടെക്നിക്കൽ വൊക്കാബുലറി പഠിക്കുമ്പോൾ. ഒന്ന്, ആ ഏത് കാര്യം ചെയ്യുമ്പോഴും പഠിക്കുന്ന സമയത്ത് ആവശ്യമായ എല്ലാ വൊക്കാബുലറിയും ആ കോണ്ടെക്സ്റ്റിൽ നമുക്ക് മനസ്സിലായി എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. ഓക്കെ, രണ്ട്, ഒരു വാക്ക് തന്നെ പലയിടത്ത് പല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതാണെങ്കിൽ ഓരോ കോണ്ടെക്സ്റ്റിലും അതിന് എന്താണ് അർത്ഥം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, നൗ വൊക്കാബുലറി ആക്ടിവിറ്റി ആണ് ഇത്. ഓക്കെ, വൊക്കാബുലറി ആക്ടിവിറ്റി ഏതെങ്കിലും നിങ്ങൾ നെറ്റിൽ നിങ്ങളുടെ ഫീൽഡ് ഓഫ് എഞ്ചിനീയറിംഗ്, ഇത് എഞ്ചിനീയറിംഗ് ആണല്ലോ നമ്മൾ എല്ലാവരും പഠിക്കുന്നത്. സോ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റിലുള്ള ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ്, ഒരു അക്കാഡമിക് പേപ്പർ നിങ്ങൾ എടുക്കുക. എന്നിട്ട് ഒത്തിരി ഒന്നും ചെയ്യണ്ട, ഇതൊരു ആക്ടിവിറ്റി ആയിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ ആദ്യത്തെ 3 പാരഗ്രാഫ് വായിക്കുക. ആദ്യത്തെ 3 പാരഗ്രാഫ് വായിച്ചിട്ട് അതിൽ നിന്നും ഒരു വൊക്കാബുലറി ബാങ്ക്, നിങ്ങൾക്ക് അറിയത്തില്ലാത്ത പുതിയ വാക്കുകൾ, ആ ഏരിയയിലുള്ള നിങ്ങളുടെ എഞ്ചിനീയറിംഗിന്റെ ഫീൽഡിലുള്ള പുതിയ വാക്കുകൾ ഏതൊക്കെയാണോ അത് നിങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ട് അതിന്റെ അർത്ഥം ആ പേപ്പറിന്റെ, ആ അക്കാഡമിക് പേപ്പറിന്റെ കോണ്ടെക്സ്റ്റിൽ കണ്ടുപിടിക്കുക. ഓക്കെ, ദിസ് ഇസ് ദി ആക്ടിവിറ്റി ഫോർ വൊക്കാബുലറി ബിൽഡിംഗ്. എന്നിട്ട് ഇത് നിങ്ങൾ ത്രൂ ഔട്ട് യുവർ സ്റ്റഡീസ് നിങ്ങൾ ഇത് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, നൗ ഇത് കൂടാതെ ഫോർ ജനറൽ ഇംഗ്ലീഷ് വൊക്കാബുലറി, ഓക്കെ, ജനറൽ ഇംഗ്ലീഷ് വൊക്കാബുലറി അടുത്ത ലാബ് ക്ലാസ്സിൽ ഞാനിത് പറയുന്നതായിരിക്കും. ഇൻട്രസ്റ്റ് ഉള്ളവർ ഞാൻ ഈ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങൾ ഈ ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്യും. ഓക്കെ, ഈ ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു ഇംഗ്ലീഷ് വൊക്കാബുലറിയുടെ ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റിൽ നിങ്ങൾക്ക് എത്രത്തോളം ഹൗ ഗുഡ് is your English vocabulary എന്നുള്ളത് കാണാനായിട്ട് പറ്റും. I'll just show it. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടുന്നത്.
ഓൺലൈൻ ഇംഗ്ലീഷ്. ഇതൊരു വൊക്കാബുലറി ലെവൽ ടെസ്റ്റ്. ഓക്കെ, ഇവിടെ 40 ചോദ്യങ്ങളുണ്ട്. 40 questions are there in the test. Don't use a dictionary. The idea is to find your natural level. ഓക്കെ, ഡിക്ഷണറി ഒന്നും ഉപയോഗിക്കാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ലെവൽ കണ്ടുപിടിക്കാനായിട്ടാണ് ഇവിടെ ആൻസർ ചെയ്യുക. ഐ ലവ് ഓൾ ഫ്രൂട്ട് ബട്ട് സ്ട്രോബെറീസ്. എന്തോ ആ കറക്റ്റ് വാക്ക് ഇവിടെ വരും. ബട്ട് സ്പെസിഫിക്കലി സ്ട്രോബെറീസ്, മോസ്റ്റ്ലി സ്ട്രോബെറീസ്, എസ്പെഷ്യലി സ്ട്രോബെറീസ്, സ്പെഷ്യലി സ്ട്രോബെറീസ്. ഓക്കെ, അപ്പൊ അതിന്റെ കറക്റ്റ് ആൻസർ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ആരോ ബട്ടൺ നിൽക്കുക. അല്ലെങ്കിൽ എല്ലാ 40 ചോദ്യങ്ങളും കൂടെ ഒന്നിച്ച് കാണണമെന്നുണ്ടെങ്കിൽ ഈ ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ എല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേനും അവസാനം നിങ്ങൾക്ക് ആൻസേഴ്സ് കാണാൻ പറ്റും. ആ ലിസ്റ്റ് സ്കോർ കാണാൻ പറ്റും. എന്നിട്ട് അതിൻ്റെ അകത്ത് തന്നെ ഏതൊക്കെയാണ് തെറ്റിയത് എന്നൊക്കെ കാണാനായിട്ട് പറ്റും. നിങ്ങളുടെ ലെവലും കാണാൻ പറ്റും. അപ്പൊ നമുക്കിനി വൊക്കാബുലറി പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ ലെവലിലുള്ള വൊക്കാബുലറി പഠിച്ചാൽ മതി. ഓക്കെ, സോ ഈ ടെസ്റ്റ് നിങ്ങൾ ചെയ്യും. With this, I am concluding today's lesson. As usual, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക, കമന്റ് ചെയ്യുക, ഞാൻ അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. And of course, don't forget to like and subscribe. Thank you. Have a great day.